ഹായ്. നിങ്ങളുടെ ഭർത്താവിന്റെ മദ്യപാന ശീലം മൂലം നിങ്ങൾ വിഷമിക്കുകയാണോ? നിങ്ങളുടെ വീട്ടിൽ ഒരു മനസ്സമാധാനമില്ലാത്ത അവസ്ഥയാണോ ഇപ്പോഴുള്ളത്? നിങ്ങളൊരു നിസ്സഹായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണോ? വിഷമിക്കേണ്ട. ടീച്ചറമ്മ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ വീട്ടിൽ സന്തോഷം നിറയ്ക്കാനുള്ള കാര്യങ്ങൾ ഇന്ന് ടീച്ചറമ്മ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മൈൻഡ് പവർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും ക്രിയേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ. ഇപ്പോ ഭർത്താവ് മദ്യപിക്കുമ്പോ നിങ്ങള് അവരോട് വഴക്കിട്ടല്ല അത് നിർത്തിക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് വൈ ഹി ഡ്രിങ്ക്സ്. അദ്ദേഹം എന്തുകൊണ്ട് കുടിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ അഡിക്ഷൻസിന് പിന്നിലും ഒരു കാരണമുണ്ടാകും. ചിലര് അവർക്ക് എന്തെങ്കിലുമൊക്കെ സ്ട്രെസ് ഉണ്ടെങ്കിൽ ആ സ്ട്രെസ്സിനെ കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ മറികടക്കാനായിട്ട് ചിലര് മദ്യം ഉപയോഗിക്കാറുണ്ട്. ചിലര് ഏകാന്തത അല്ലെങ്കിൽ ലോൺലിനെസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ അവർക്ക് എന്തെങ്കിലും അതിന് പിന്നിലൊരു കാരണം ഉണ്ടാവും. കാരണമില്ലാതെ അവർ ആ ശീലത്തിലേക്ക് പോവില്ല. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കുറ്റപ്പെടുത്തലുകൾ നിർത്തുക. സ്നേഹത്തോടെ അവരോട് പെരുമാറാൻ തുടങ്ങും. നമുക്ക് സ്നേഹം കൊണ്ട് മാത്രമേ അവരെ മാറ്റിയെടുക്കാൻ പറ്റൂ. വളരെ സ്നേഹത്തോടെ അവരോട് സംസാരിക്കുക. നിങ്ങൾ വളരെ നല്ല മനുഷ്യനാണ്. എനിക്ക് നിങ്ങളെ എന്ത് ഇഷ്ടമാണെന്ന് അറിയാവോ? നിങ്ങളുടെ ആരോഗ്യത്തിൽ എനിക്ക് നല്ല ആശങ്കയുണ്ട് എന്നൊക്കെ നമ്മൾ വളരെ സ്നേഹപൂർവം അവരോട് സംസാരിക്കുമ്പോൾ യുവർ ലവ് മസ്റ്റ് സ്പീക്ക് ലൗഡർ ദാൻ യുവർ ആങ്കർ. അവർ കുടിച്ചിട്ട് വരുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടുകയല്ല ചെയ്യേണ്ടത്. ദേഷ്യപ്പെടുമ്പോൾ അവർക്ക് കൂടുതൽ വാശി കൂടത്തേ ഉള്ളൂ. നമ്മൾ ആ ദേഷ്യത്തെക്കാട്ടിലും നമ്മൾ സ്നേഹം കൊടുക്കുക. ആദ്യം സ്നേഹം വരുന്നില്ല എങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ശ്രമിച്ച് ആ ഒരു സ്നേഹത്തിലേക്ക് എത്താൻ നോക്കുക. മെല്ലെ 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 നമ്മുടെ ഒരു ശീലമായി അത് മാറും. അപ്പൊ അവരെ ഈ ഒരു ശീലത്തിൽ നിന്നും മാറ്റാനായിട്ട് നമുക്ക് അഫർമേഷൻ എങ്ങനെ പറയാമെന്ന് നോക്കാം. എന്റെ ഭർത്താവ് സൽ സ്വഭാവിയായി മാറിയതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി എന്ന് ആവർത്തിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. എന്റെ ഭർത്താവ് സൽ സ്വഭാവിയായി മാറിയതിന് നന്ദി, എന്റെ ഭർത്താവ് സൽ സ്വഭാവിയായി മാറിയതിന് നന്ദി. മൈ ഹസ്ബൻഡ് ഈസ് ഫിൽഡ് വിത്ത് സ്ട്രെങ്ത് ആൻഡ് ക്ലാരിറ്റി എവ്രി ഡേ. ഈ അഫർമേഷനും നിങ്ങൾക്ക് പറയാം. മൈ ഹസ്ബൻഡ് ഈസ് ഫിൽഡ് വിത്ത് സ്ട്രെങ്ത് ആൻഡ് ക്ലാരിറ്റി എവ്രി ഡേ. ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കാം. ഇനി ഇതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്വിച്ച് വേർഡ് ആണ് ഈ അഡിക്ഷനെ റിമൂവ് ചെയ്യാനായിട്ട്, ആൽക്കഹോൾ അഡിക്ഷനെ റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്വിച്ച് വേർഡ് ആണ് റിലീസ് ക്യാൻസൽ നൗ. RELEASE. റിലീസ് ക്യാൻസൽ CANCEL. ക്യാൻസൽ നൗ NOW നൗ. റിലീസ് ക്യാൻസൽ നൗ. റിലീസ് ക്യാൻസൽ നൗ. റിലീസ് ക്യാൻസൽ നൗ. ഈ സ്വിച്ച് വേർഡ് ആവർത്തിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുക. എഴുതാൻ പറ്റുമെങ്കിൽ ഇത് കുറേ തവണ എഴുതുക. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടിയും നമുക്ക് ഹോപ്പണോപ്പോണോ പ്രയർ ചെയ്യാം. അതായത് അദ്ദേഹം വളരെ നല്ല സ്വഭാവത്തിൽ ആയി മാറിയതായിട്ട് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഹോപ്പണോപ്പോണോ പ്രയറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ സുജ ആർ മോഹൻ ഹോ ഓപ്പണോ പോണോ പ്രയർ എന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഈ ഒരു പ്രയറിൽ 4 വരികളാണ് ഉള്ളത്. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. അപ്പൊ ഈ ഒരു പ്രയർ നിങ്ങൾ ആവർത്തിച്ച് ഒരു ദിവസം മിനിമം 108 തവണയെങ്കിലും പറയാം. അതിൽ കൂടുതൽ പറഞ്ഞാൽ അത്രയും നല്ലതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വിഷ്വലൈസേഷൻ ആണ്. അതായത് നിങ്ങൾ ഇങ്ങനെ കണ്ണടച്ച് 3-4 ശ്വാസം, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ഇങ്ങനെ 3-4 തവണ ശ്വാസം എടുത്ത് വിട്ടിട്ട് കണ്ണടച്ച് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, മനസ്സിൽ കാണുക. അദ്ദേഹം വളരെ സന്തോഷവാനായിരിക്കുന്നതും അദ്ദേഹം വളരെ കോൺഫിഡന്റ് ആയ വ്യക്തിയായി മാറുന്നതും നല്ല പുഞ്ചിരിച്ചുകൊണ്ട് എപ്പോഴും നല്ല സ്മൈലിംഗ് ഫേസ് ആയിട്ട് അദ്ദേഹം മാറുന്നതായിട്ടും, അതുപോലെ എപ്പോഴും നല്ല എനർജറ്റിക് ആൻഡ് ആക്റ്റീവ് ആയിട്ടിരിക്കുന്നു, ഫാമിലിയോടൊപ്പം വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾ എങ്ങനെയാണ് അദ്ദേഹം ആയിത്തീരണം എന്ന് ആഗ്രഹിക്കുന്നത് അതുപോലെ ആയതായിട്ട് നിങ്ങൾ മനസ്സിൽ എപ്പോഴും നിരന്തരം ചിന്തിക്കാം. ഇത് വിഷ്വലൈസേഷനിലും ചിന്തിക്കണം, അല്ലാത്ത സമയത്തും നിങ്ങൾ ഇത് തന്നെ ചിന്തിക്കാം. ഇനി അടുത്തതായിട്ട്
ക്രിയേറ്റ് എ ഹീലിംഗ് എൻവയോൺമെന്റ് അറ്റ് ഹോം. വീട്ടിലൊരു സന്തോഷവും സമാധാനമുള്ള അന്തരീക്ഷം നമ്മൾ ബോധപൂർവം ക്രിയേറ്റ് ചെയ്യണം. വീട്ടിലുള്ള എല്ലാവരും അദ്ദേഹത്തോട് സ്നേഹത്തോടെ പെരുമാറണം. ആ സ്നേഹം കൊണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു അഡിക്ഷൻ മാറ്റിയെടുക്കാൻ പറ്റും. നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരിക്കലും അദ്ദേഹത്തെ ആക്ഷേപിക്കരുത്, അതുപോലെ വില കുറച്ച് കാണരുത്, ഒരിക്കലും അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യരുത്, കമ്പാരിസൺ ചെയ്യരുത്. അപ്പുറത്തെ വീട്ടിൽ ആ ചേട്ടനെ കണ്ടുപഠിക്കും, നിങ്ങൾ എന്താ ഇങ്ങനെ ആയിപ്പോ, ഇങ്ങനെയുള്ള കമ്പാരിസൺസ് ഒന്നും വേണ്ട. അതുപോലെ കുടിച്ചിട്ട് വരുമ്പോ അടിയിടാൻ പോകരുത്. അതുപോലെ തന്നെ നമ്മളും സന്തോഷമായിരുന്ന് ടീച്ചർമ്മ പറഞ്ഞ ഈ പ്രാക്ടീസ് ചെയ്തെങ്കിലേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഈ പ്രാക്ടീസുകൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. പതുക്കെ 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 അദ്ദേഹത്തിൽ മാറ്റം വന്നു തുടങ്ങും. ഒരു പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ട് നോക്കട്ടെ ഇന്ന് കൂടി മാറുമെന്ന്. ചിലപ്പോൾ വീണ്ടും അവരതുപോലെ ചെയ്യുകയാണെങ്കിൽ ഉടനെ നമ്മളോ ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തരുത്. ഇതിന് കുറച്ച് സമയമെടുക്കും. ക്ഷമയോടെ നിരന്തരം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. എന്ന് റിസൾട്ട് കിട്ടുന്നു അന്ന് വരെയും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോ റിസൾട്ട് എന്തായാലും കിട്ടും, ഉറപ്പാണ്. അദ്ദേഹം കംപ്ലീറ്റ് ആയിട്ട് മാറും. ഓക്കെ, ഇതുപോലെ ഭർത്താവിന്റെ മദ്യപാന ശീലം മൂലം വിഷമിക്കുന്ന ഒരുപാട് പിന്നെ ആൾക്കാരുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ബന്ധുക്കളുടെ കൂട്ടത്തിലോ പരിചയക്കാരുടെ കൂട്ടത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള അടിപൊളി ടെക്നിക്കാണ് ടീച്ചർമ്മ പറഞ്ഞു തന്നത്. എല്ലാവരും യൂസ് ചെയ്യണം. അഫർമേഷൻ, സ്വിച്ച് വേർഡ്, വിഷ്വലൈസേഷൻ ഒക്കെ ഉപയോഗിച്ച് എല്ലാവർക്കും റിസൾട്ട് കിട്ടട്ടെ. ടീച്ചർമ്മയുടെ പ്രാർത്ഥനയിൽ നിങ്ങളെയും ടീച്ചർമ്മ ഓർക്കുന്നതായിരിക്കും. പെട്ടെന്ന് റിസൾട്ട് കിട്ടി എല്ലാവർക്കും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാൻ കഴിയട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ 1,00,000 ബിഗ് ഫാമിലി ആകാൻ പോവാണ് നമ്മൾ, അല്ലെ? അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല വീഡിയോസ് ടീച്ചർമ്മ ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ. ലവ് യു ഓൾ.